പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവം, അതുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങൾ മലയാളിക്ക് വളരെയധികം മനോവ്യഥ ഉണ്ടാക്കുന്നതായിരുന്നു. ഒരു ചെറുപ്പക്കാരി അടികൊണ്ട് വീർത്ത മുഖവുമായി ചാനലുകളിൽ നമ്മുടെ മുന്നിൽ വന്നു നിന്നു. എനിക്ക് തോന്നുന്നു 35-30 വയസ്സിന് താഴെയൊക്കെ ആവാനുള്ള സാധ്യതയുള്ളൂ. ആ വനിത 2 കവിളത്തും ചുവന്ന പാടുകളും ചോര വാർന്ന മുഖവുമായി നമ്മൾ മലയാളികളുടെ മുന്നിൽ വന്നു നിന്നു. എന്താണ് സംഭവിച്ചത് എന്ന് നമ്മൾ നോക്കിയപ്പോൾ എന്താ നമുക്ക് കാണാൻ കഴിഞ്ഞത്? നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്, ഈ വനിത ശ്യാമിലി VJ എന്ന് പറയുന്ന വഞ്ചിയൂർ കോടതിയിലെ ഒരു അഭിഭാഷക. ആ അഭിഭാഷകയെ ബെയ്ലിൻ ദാസ് എന്ന് പറയുന്ന ഒരു സീനിയർ അഭിഭാഷകൻ അതിക്രൂരമായി മർദ്ദിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ആ വനിതയുടെ ആ മുഖം പെട്ടെന്നൊന്നും നമ്മുടെ മനസ്സിൽ നിന്നും ആയില്ല. കാരണം അതുപോലെ അടികൊണ്ട് ചീർത്ത് വീർത്ത ഒരു മുഖം. അവർ പറഞ്ഞത് കേട്ടപ്പോഴാണ് നമ്മൾ പിന്നെയും ഞെട്ടിപ്പോയി. അവരുടെ സീനിയർ അഭിഭാഷകനായിട്ടുള്ള ബെയ്ലിൻ ദാസ് അവരെ അങ്ങോട്ടും മുഖത്ത് ആഞ്ഞടിച്ചു. അവർ നിലത്ത് വീണു എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ അവരെ വീണ്ടും മർദ്ദിച്ചു. അപ്പോൾ ഒരു വനിതയെ മർദ്ദിച്ചു എന്നുള്ളത് മാത്രമല്ല, ഒരു വനിതയെ ക്രൂരമായി മർദ്ദിച്ചു എന്നുള്ളത് മാത്രമല്ല, ഒരു പുരുഷൻ ഒരു സ്ത്രീയെ ക്രൂരമായി മർദ്ദിച്ചു എന്നുള്ളതല്ല, ഒരു സീനിയർ അഭിഭാഷകൻ ഒരു ജൂനിയർ അഭിഭാഷകയെ അതിക്രൂരമായി മർദ്ദിച്ചിരിക്കുന്നു. ഇതാണ് അതിനകത്ത് നിന്ന് നമുക്ക് മനസ്സിലായത്. സുഹൃത്തുക്കളെ, അഭിഭാഷകർ എന്ന് പറഞ്ഞാൽ ആരാ? അഭിഭാഷകർ എന്ന് പറഞ്ഞാൽ അവർ കോടതി ഉദ്യോഗസ്ഥരാണ്. അവർ കോർട്ടിൻ്റെ ഓഫീസേഴ്സാണ്. അവർ വിശദമായിട്ടുള്ള നിയമപഠനം ഒക്കെ നടത്തിയിട്ടാണ് അവർ അഭിഭാഷകരാണ്. കക്ഷികളുടെ കേസെടുത്ത് കക്ഷികൾക്ക് വേണ്ടി കേസ് നടത്തിക്കുക എന്നുള്ളതാണ് അഭിഭാഷകരുടെ ജോലി. അവരും യഥാർത്ഥത്തിൽ നമ്മുടെ നിയമവ്യവസ്ഥയുടെ ഭാഗമാണ്. നമ്മുടെ നിയമവ്യവസ്ഥയുടെ ഭാഗം എന്ന് പറയുന്നത് കോടതി ജഡ്ജികൾ മാത്രമല്ല, അഭിഭാഷകരും കൂടി ചേരുന്നതാണ് നമ്മുടെ ഒരു ലീഗൽ സിസ്റ്റം, നിയമവ്യവസ്ഥ എന്ന് പറയും. അപ്പോൾ അവർ പലതരത്തിലുള്ള വക്കീൽ, സിവിൽ വക്കീൽ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അവർ കേസുകളൊക്കെ എടുത്ത് കക്ഷികൾക്ക് വേണ്ടി നടത്തും. ഇതാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അപ്പം അങ്ങനെ നടത്തുന്ന ഒരു സീനിയർ അഭിഭാഷകൻ, ഒരു കോടതി ഉദ്യോഗസ്ഥൻ, അയാള് ഒരു ജൂനിയർ അഭിഭാഷകയെ, അതും ഒരു സ്ത്രീയെ അതിക്രൂരമായി മർദ്ദിച്ചു എന്നുള്ള ഒരു സംഭവമാണ് പുറത്തു വന്നത്. അതാണ് നമ്മൾ ആകെപ്പാടെ ഞെട്ടിപ്പോയത്. ഒരു പുരുഷൻ ഒരു സ്ത്രീയെ മർദ്ദിച്ചു എന്നതിനേക്കാൾ ഉപരി ഒരു സീനിയർ അഭിഭാഷകൻ ഒരു ജൂനിയർ അഭിഭാഷകയെ ക്രൂരമായി മർദ്ദിക്കുന്നു. ഞാൻ പറഞ്ഞൊരു കോർട്ട് ഓഫീസറാണ് അഭിഭാഷകൻ എന്നും ഞാൻ പറഞ്ഞു. അടിച്ചയാളും അടി കൊണ്ടയാളും രണ്ടും അഭിഭാഷകർ. സ്വാഭാവികമായും നമ്മൾ വിചാരിക്കുന്നത് എന്താ? ഉടനടി തന്നെ നമ്മുടെ കോടതി ഇതിലിടപെടും. ഉടനടി തന്നെ കോടതി സ്വമേധയാ കേസെടുക്കും. അല്ലെങ്കിൽ ഉടനടി തന്നെ കോടതി, ഇംഗ്ലീഷിൽ പറഞ്ഞാൽ സുവമോട്ടോ കേസെടുക്കും എന്നല്ലേ നമ്മൾ കരുതുക. പക്ഷെ എന്താ സംഭവിച്ചത്? ഒരു സീനിയർ അഭിഭാഷകൻ ഒരു ജൂനിയർ അഭിഭാഷകയെ ക്രൂരമായി മർദ്ദിച്ചതിൻ്റെ വിശദാംശങ്ങൾ പുറത്തു വരികയും ആ മർദ്ദനമേറ്റത് ഒരു വനിതയാവുകയും കൂടി ചെയ്യുമ്പോൾ കോടതി വളരെ സജീവമായി സക്രിയമായി ഇതിനകത്ത് ഇടപെടും എന്ന് നമ്മൾ വിചാരിക്കും. പക്ഷെ സംഭവിച്ചത് എന്താണ്? അടി കൊണ്ടയാൾ 3 ദിവസം ഒളിവിൽ പോയി. 4-ാം ദിവസം അയാളെ അറസ്റ്റ് ചെയ്യുന്നു. അയാളെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇപ്പോൾ വാദി പ്രതിയാകുന്ന അവസ്ഥയിൽ ആണ് നിൽക്കുന്നത്. ആ അഭിഭാഷകൻ വന്നിട്ട് തന്നെ ഈ വനിതയെ അടിച്ചു എന്നുള്ള നിലയിൽ ആണ് കാര്യങ്ങൾ പോകുന്നത്. ഭൂരിപക്ഷം ആളുകളും ഈ പുരുഷ അഭിഭാഷകന്റെ കൂടെയാണ്. ഇപ്പോഴത്തെ ഒരു നില വന്നു കഴിഞ്ഞാൽ ഈ സ്ത്രീ പ്രതിയും ഈ പുരുഷൻ ഇരയുമാകാനുള്ള ഒരു സാഹചര്യം പോലും നിലവിൽ വന്നാൽ പോലും അത്ഭുതപ്പെടേണ്ട. അതാണ് ഇപ്പോഴത്തെ സാഹചര്യം. സുഹൃത്തുക്കളെ, എനിക്ക് ഈ വീഡിയോയിലൂടെ ചോദിക്കാനുള്ളത്, ഇത്രയും പരിതാപകരമായ, ഇത്രയും ഗതികെട്ട ഒരു സംഭവം നിയമവ്യവസ്ഥയിൽ ഉൾപ്പെട്ട 2 പേർ തമ്മിൽ നടക്കുമ്പോൾ
നിയമവ്യവസ്ഥയുടെ ഭാഗമായ കോടതി ഉദ്യോഗസ്ഥനായ ഒരു സീനിയർ അഭിഭാഷകൻ ഒരു ജൂനിയർ അഭിഭാഷകയെ ഇത്ര ക്രൂരമായി മർദ്ദിച്ചു എന്നുള്ള ആരോപണം വരുമ്പോൾ ആ വിഷയത്തിൽ കോടതിക്ക് ഇടപെടാൻ ബാധ്യതയില്ലേ സുഹൃത്തുക്കളെ? കോടതി ഇടപെടണ്ടേ? അതും അടിച്ചത് പുരുഷനും അടി കൊണ്ടത് വനിതയുമാകുമ്പോൾ കോടതി ഇടപെടണ്ടേ? അടിച്ചു എന്നുള്ളതിന് തെളിവ് ആ പെൺകുട്ടിയുടെ ആ വനിതയുടെ മുഖത്ത് തന്നെ നമുക്ക് കാണാൻ കഴിയില്ലേ? സ്വാഭാവികമായും ഇത്രയും വലിയൊരു അനീതി നിയമവ്യവസ്ഥയുമായി ബന്ധപ്പെട്ട് നടക്കുമ്പോൾ നമ്മുടെ കോടതിക്ക് അതിൽ ഇടപെടാനുള്ള ബാധ്യതയില്ലേ സുഹൃത്തുക്കളെ? ഞാൻ ചെറിയ കീഴ്ക്കോടതിയെ കുറിച്ചിട്ടൊന്നുമല്ല ഞാൻ പറയുന്നത്, ഹൈക്കോടതിയെ കുറിച്ചിട്ടാണ് ഞാൻ പറയുന്നത്. ഹൈക്കോടതി ഇടപെടണ്ടേ? എവിടെയായിരുന്നു ഹൈക്കോടതി? ഞാൻ ചോദിക്കുക. സാധാരണ പൗരൻ എന്നുള്ള നിലയിലാണ് ഞാൻ ചോദിക്കുന്നത്, അല്ലെങ്കിൽ ഒരു അഭിഭാഷകൻ എന്നുള്ള നിലയിലാണ് മനോവ്യഥയോടുകൂടി ഞാൻ നമ്മുടെ പരമോന്നത നീതിപീഠമായിട്ടുള്ള കേരള ഹൈക്കോടതിയോട് ചോദിക്കുന്നത്. കാരണം കേരള ഹൈക്കോടതിയല്ലേ കേരളത്തിലെ സാധാരണ പൗരന്റെ അവസാനത്തെ ആലയം. എത്രയോ പ്രാവശ്യം ഞാൻ പറഞ്ഞിരിക്കുന്നു, സെന്റിനൽ ഇൻ ദ Q5. ഒരു മനുഷ്യന്റെ മൗലികാവകാശങ്ങൾ ലംഘിക്കപ്പെടുമ്പോൾ ആ മനുഷ്യനെ സംരക്ഷിക്കേണ്ട ജാഗ്രതയോടുകൂടിയുള്ള രക്ഷിതാവ്, വാച്ച്ഫുൾ ഗാർഡിയൻ ഓഫ് ദ ഫണ്ടമെന്റൽ റൈറ്റ്സ് ഓഫ് ദ പീപ്പിൾ കേരളത്തിലെ ഹൈക്കോടതിയല്ലേ സുഹൃത്തുക്കളെ? ഇവിടെ ഒരു സീനിയർ അഭിഭാഷകൻ ജൂനിയർ അഭിഭാഷകയെ അടിച്ചിരിക്കുകയല്ലേ, അവരുടെ മുഖം അടിച്ച് തകർത്തിരിക്കുകയല്ലേ, അവരുടെ ബോധം പോയി എന്നല്ലേ അവർ പരാതി പറഞ്ഞിരിക്കുന്നത്. 2-3 അടി കഴിഞ്ഞപ്പോൾ അവർ നിലത്ത് വീണുപോയി എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. എഴുന്നേറ്റ് നിന്ന് കഴിഞ്ഞപ്പോൾ വീണ്ടും അടിച്ചു എന്ന് പറഞ്ഞിരിക്കുകയല്ലേ. അതിനുപരി ഒരു പുരുഷൻ ഒരു സ്ത്രീയല്ലേ അടിച്ചിരിക്കുന്നത്. എത്രയോ കുറ്റങ്ങൾ ആ പുരുഷനെതിരെ വരാം. അപ്പൊ ആ സാഹചര്യത്തിൽ അതികർശനമായി ഇടപെടാനുള്ള ഉത്തരവാദിത്വം കേരള ഹൈക്കോടതിക്ക് ഇല്ലായിരുന്നു സുഹൃത്തുക്കളെ? ഇല്ലായിരുന്നോ? ഇനി ഞാൻ ചോദിക്കട്ടെ, കേരള ഹൈക്കോടതിയിൽ ഏതെങ്കിലും ഒരു ജഡ്ജിക്കെതിരെ എന്തെങ്കിലും പറഞ്ഞാലും ഒപ്പം കോടതി ഇലക്ഷൻ കേസ് എടുക്കില്ലേ ഹൈക്കോടതി? അപ്പം എടുക്കില്ലേ കോടതി? എനിക്കെതിരെ കോടതി ഇലക്ഷൻ കേസ് വന്നിട്ടുണ്ട്. PV കുഞ്ഞികൃഷ്ണൻ എന്ന് പറഞ്ഞ ഒരു ജഡ്ജിന്റെ ഒരു പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഞാനൊരു വീഡിയോ ചെയ്തു. ആ വീഡിയോയുമായി ബന്ധപ്പെട്ടുകൊണ്ട് എനിക്കെതിരെ കോടതി ഇലക്ഷൻ കേസ് എടുത്തിട്ടുണ്ട് ഹൈക്കോടതി. തെറ്റുണ്ടെന്ന് ഞാൻ പറയുന്നില്ല, എടുക്കാം. അതുപോലെ വേറൊരു ബെഞ്ച് എന്ത് ചെയ്തു? നിപുൺ ചെറിയാൻ എന്ന് പറഞ്ഞൊരു ചെറുപ്പക്കാരനെതിരെ കോടതി ഇലക്ഷൻ കേസ് എടുത്തു. കോടതിയോട് ബഹുമാനക്കുറവ് കാണിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് നിപുൺ ചെറിയാനെ 6 മാസം ജയിലിലിട്ടു. ആ ജയിൽവാസം കഴിഞ്ഞ ചെറുപ്പക്കാരൻ പുറത്തു വന്നിട്ടും ആ കേസ് ഇപ്പോഴും സുപ്രീം കോടതിയിൽ പെൻഡിങ്ങാണ്. അപ്പൊ കോടതിക്കെതിരെ എന്തെങ്കിലും പറഞ്ഞാൽ, ന്യായാധിപന്മാർക്കെതിരെ എന്തെങ്കിലും പറഞ്ഞാൽ അപ്പം വരും കോടതി ഇലക്ഷൻ കേസ്. അപ്പം കോടതിക്ക് കേസെടുക്കാൻ 1 മിനിറ്റ് പോലും കോടതി താമസിക്കില്ല. അങ്ങനെ താമസിക്കാത്ത കോടതി, അതുപോലെ തന്നെ ചില രാഷ്ട്രീയ നേതാക്കന്മാരൊക്കെ ആയിട്ടുള്ള ബന്ധപ്പെട്ട കേസുകൾ വരുമ്പോൾ അവിടെയും കോടതിക്ക് ഒരു നിസ്സംഗത നമ്മൾ കണ്ടിട്ടുണ്ട്. ഉദാഹരണത്തിന് കേരള മുഖ്യമന്ത്രി പിണറായി വിജയനുമായി ബന്ധപ്പെട്ടിട്ടുള്ള കേസുകളിൽ കേരള ഹൈക്കോടതിക്ക് ഈ പറഞ്ഞ പോലെ ഒരു ഒച്ചയിടുന്ന സമീപനമാണെന്നുള്ളത് എത്ര തവണ നമ്മൾ കണ്ടിരിക്കുന്നു. മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട കേസ് വന്നു കഴിഞ്ഞാൽ ഒരു സംശയവും വേണ്ട, കേരള ഹൈക്കോടതിയിൽ നിന്ന് മുഖ്യമന്ത്രിക്കെതിരായിട്ട് ഒരു വിധിയും വരില്ല. ഞാനൊരു കേസിൽ അഭിഭാഷകനായിട്ട് പോയതാണ്. ആ കേസ് മുഖ്യമന്ത്രിക്കെതിരായിട്ടൊരു കേസായിരുന്നു, അത് തള്ളി. K. ബാബുവിന്റെ ബെഞ്ചിൽ ഒരു കേസ് വന്നു, മുഖ്യമന്ത്രിക്കെതിരായിട്ട് ആ കേസ് തള്ളിപ്പോയി. ഇപ്പോൾ അടുത്ത കാലത്ത് TR രവി എന്ന് പറഞ്ഞിട്ടുള്ള വേറൊരു ജഡ്ജ് ഇതുപോലെ കേസ് വന്നു. അത് മുഖ്യമന്ത്രിയുടെ മകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കോടതി നടപടികളൊക്കെ 2 മാസത്തേക്ക് നീട്ടി. ലാവ്ലിംഗ് കേസ് കേരളത്തിലെ ഹൈക്കോടതിയിൽ വന്നപ്പോൾ 6-7 ജഡ്ജിമാർ കേസ് കേൾക്കുന്നതിൽ നിന്ന് ഒഴിവായി പോയി. അപ്പം അങ്ങനെയൊക്കെ ചില കാര്യങ്ങൾ നടക്കുന്നുണ്ട്. മണികുമാർ എന്ന് പറഞ്ഞ് കേരളത്തിൻ്റെ ഒരു മുൻ ചീഫ് ജസ്റ്റിസ്, ആ ചീഫ് ജസ്റ്റിസ് താൻ കൊടുത്ത കേസുകളെല്ലാം പരണത്ത് കയറ്റി വെച്ചിരിക്കുകയായിരുന്നു എന്ന് കേരളത്തിൻ്റെ മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പരസ്യമായി പറഞ്ഞിട്ടുണ്ട്. ആ ചീഫ് ജസ്റ്റിസ് പോകുന്ന സമയത്ത് സംസ്ഥാന സർക്കാർ യാത്രയപ്പ് നൽകി പറഞ്ഞയച്ച ഭൂതപൂർവമായ സംഭവം കേരളത്തിൽ നടന്നിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് കോടതി. ഇനിയിപ്പോൾ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തോമസ് ഐസക് എന്ന് പറഞ്ഞ നേതാവിന് സമൻസ് അയച്ചു. ആ സമൻസ് അയച്ച വിഷയത്തിൽ കേരള ഹൈക്കോടതി തോമസ് ഐസക്കിനെ ഇങ്ങനെ താങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ അതിനെക്കുറിച്ചിട്ട് വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്, അതിൻ്റെ വിശദാംശത്തേക്ക് ഞാൻ ഇപ്പോൾ പോകുന്നത്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, കേരള ഹൈക്കോടതിയിലെ ജഡ്ജിക്കെതിരെ എന്തെങ്കിലും പറഞ്ഞാൽ അപ്പോൾ കോടതി ഇലക്ഷൻ കേസ് വരും. കേരളത്തിലെ ചില പ്രമുഖ രാഷ്ട്രീയ നേതാക്കന്മാർക്കെതിരായിട്ട് വിധികൾ നമ്മൾ വിചാരിക്കുന്ന പോലെ കേരള ഹൈക്കോടതി ഒന്നും വരില്ല. അങ്ങനെയുള്ള കോടതി, ഒരു കോടതി ഉദ്യോഗസ്ഥൻ, സീനിയർ ആയിട്ടുള്ള ഒരു അഭിഭാഷകൻ ഒരു ജൂനിയർ അഭിഭാഷകനെ അടിച്ച് അവരുടെ കരണക്കുറ്റി പൊളിച്ചിട്ട്
ആ സീനിയർ അഭിഭാഷകൻ അടിച്ച അടിയുടെ പാടുകളെല്ലാം ആ ജൂനിയർ അഭിഭാഷകയായിട്ടുള്ള ആ സ്ത്രീയുടെ 2 കർണക്കുറ്റിയിലും നമ്മൾ കണ്ടിട്ട് ഇപ്പം 3-4 ദിവസങ്ങൾ കഴിഞ്ഞു. എവിടെയാണ് കേരള ഹൈക്കോടതി? ഏതു മാളത്തിലാണ് കേരള ഹൈക്കോടതി? സാധാരണ ജനമാണെന്നുള്ളതല്ല, കോടതി ഉദ്യോഗസ്ഥനാണ് ചെയ്തിരിക്കുന്നത്. എത്ര ക്രൂരമായിട്ടുള്ള ഒരു പ്രവർത്തനം അവിടെ നടന്നിരിക്കുന്നത്. അഭിഭാഷകന്റെ അഭിഭാഷകൻ അടിച്ചു എന്നുള്ളതല്ല, ഒരു പുരുഷൻ ഒരു സ്ത്രീയാണ് അടിച്ചിട്ടുള്ളത്. എത്രയോ വകുപ്പുകൾ ചാർത്തപ്പെടേണ്ടതാണ്. അപ്പൊ ഈ വിഷയം എന്താണ് കേരള ഹൈക്കോടതിക്ക് പ്രമുഖ പരിഗണന നൽകാൻ കഴിയുക? എന്താണ്? നിസ്സഹായതയാണോ കോടതിക്ക്? അതോ നിസ്സംഗതയാണോ കോടതിക്ക്? അതോ ഭീരുത്വമാണോ കോടതിക്ക്? എന്താണ് കോടതിക്ക് പറ്റിയത് കേരളത്തിലെ ഹൈക്കോടതിക്ക്? അതുകൊണ്ട് ഈ ഷാമിലി എന്ന് പറഞ്ഞിട്ടുള്ള ഈ വനിതാ അഭിഭാഷകയെ ബെയിലിൻ ദാസ് എന്ന് പറഞ്ഞ പുരുഷ അഭിഭാഷകൻ ക്രൂരമായി മർദ്ദിച്ച വിഷയത്തിൽ കേരള ഹൈക്കോടതി ഇടപെടാതിരുന്നത് ഏറ്റവും ദയനീയമായി പോയി, ഏറ്റവും നീചമായി പോയി എന്നുള്ള കാര്യം ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിലെ ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടെയുള്ള മറ്റ് ന്യായാധിപന്മാരും മനസ്സിലാക്കുക തന്നെ വേണം.